എഡ്യൂക്കേഷൻ അതെന്ത് എഡ്യൂക്കേഷൻ ആണെങ്കിലും ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള കഴിവുകളെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ളവയാണ്. അത് ആയോധനകലയായാലും കൊള്ളാം, മ്യൂസിക് ആയാലും കൊള്ളാം, ആർട്ടായാലും കൊള്ളാം, എന്ത് ആർട്ടാണെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള കഴിവിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പോൾ പണ്ട് നിങ്ങളൊരു കഥ കേട്ടിട്ടുണ്ടാവും. ഒരാളിങ്ങനെ ഒരു കല്ലിങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കല്ലിങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുന്നത് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇതിനകത്തൊരാൾ ഒളിഞ്ഞിരിപ്പുണ്ട്, അയാളെ വെളിയിൽ കൊണ്ടുവരാനായിട്ട് പുറമേയുള്ള അഴുക്കുകളൊക്കെ ഞാൻ ചെത്തിക്കളയുകയാണ് എന്നുള്ളതാണ്. അങ്ങനെയാണ് ഒരു വിഗ്രഹം ഒക്കെ ഉണ്ടായി വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആയോധനകല പഠിക്കുന്ന ഒരാളെയൊക്കെ അങ്ങോട്ടേക്ക് ഓരോന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ ഉള്ളിൽ എന്തുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുമോ? അപ്പോൾ അറിയാൻ പറ്റണമെങ്കിൽ നമ്മൾ വേറെ ചില കാര്യങ്ങളുടെ അനുവർത്തിക്കേണ്ടതുണ്ട്. കാരണം ഒരു പ്രശ്നം വരുന്ന സമയത്ത് വ്യക്തി രക്ഷപ്പെടുമ്പോൾ ഗുരു കൂടുണ്ടാവണം നിർബന്ധമില്ല. അയാൾക്ക് രക്ഷിക്കണമെന്നില്ല. അയാൾ സ്വയം രക്ഷപ്പെടാൻ അയാളെ ശേഷിയുള്ളവനാക്കി മാറ്റുകയാണ് ഗുരു ചെയ്യുന്നത്. അപ്പോൾ അതുണ്ടോ ഇല്ലയോ എന്ന് പരീക്ഷിച്ചറിയേണ്ടത് ഗുരുവിൻ്റെ ഒരു ചുമതല കൂടിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആയോധന കല എന്നുള്ള അവസ്ഥയിൽ മാത്രം പഠിപ്പിച്ചാൽ പോരാ. ഒരു സിറ്റുവേഷൻ വന്നാൽ ഇവൻ രക്ഷപ്പെടുമെന്ന് അറിയണമെങ്കിൽ ആ സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പഠിപ്പിക്കണം. അപ്പോഴാണ് അതിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ വരിക. അതെങ്ങനെയാണ് ഒരാളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കുക എന്നുള്ളതും അവൻ്റെ ബുദ്ധി എങ്ങനെ വികസിപ്പിക്കാം എന്നുള്ളതും ഒരു ചെറിയ നേർരേഖയായിരിക്കും ഇന്നത്തെ വീഡിയോ. ഞാൻ ഡോക്ടർ ഹരീഷ് അമ്പക്കര, പ്രാക്ടിക്കൽ മാർഷ്യൽ ആർട്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നേരെ വീഡിയോയിലേക്ക്. ഇത് നമ്മൾ കളരികളിൽ പഠിപ്പിക്കുന്ന ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു അടി അടിക്കുമ്പോൾ എങ്ങനെ തട്ടണം. അപ്പോൾ അതിനകത്ത് നമ്മൾ അകന്തട്ടുകളുണ്ട്, പുറം തട്ടുകളുണ്ട്, ഒഴിവുകളുണ്ട്. അപ്പോൾ ആദ്യത്തെ രണ്ട് നമ്മൾ അകത്താണ് തട്ടുന്നത്, അടുത്ത രണ്ട് ഒഴിവുകളാണ്, പിന്നെ പുറമേ വരുന്ന രണ്ട് തട്ടുകളാണ് വരുന്നത്, തിരിഞ്ഞ് അടിക്കുന്നത്. അതാണ് ഇപ്പം നമ്മൾ കാണിച്ചത്. ഇനി നമ്മുടെ പ്രശ്നം എന്താ വെച്ചാൽ, ആദ്യത്തെ അടി അടിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ അടി വരുന്നുണ്ട്. അതിനിട്ട് എങ്ങനെ പ്രതിരോധിക്കണമെന്ന് ആൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ ഇവിടുന്ന് ഒരു അടി വരുന്നെന്ന് കൂട്ടി അടിച്ച് നമ്മളിങ്ങനെ ചെയ്യണം. അപ്പോൾ അടുത്ത അടി എവിടെ നിന്നാണ് വരുന്നത്? ഇവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ അടി വരുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ എന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണ് പ്രധാനം. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ അടി അടിച്ച് ഇവിടെ തട്ടുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഇങ്ങനെ ചെയ്താൽ അവിടെ നിന്ന് അടി കിട്ടാനുള്ള ചാൻസ് കൂടുതലുണ്ടോ? ക്ലിയർ? ഒന്നുകൂടെ നമ്മൾ അടിച്ച് നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഇവിടെ നിന്ന് വന്നാൽ ഈ കൈ ഇവിടെ എടുക്കണ്ട. ഇവിടെ വന്നാൽ ഓട്ടോമാറ്റിക്കലി ഈ കൈ ഇവിടെ വരണം. ഇങ്ങനെ വന്നാൽ ഇവിടുന്ന് മുട്ട് കയറാൻ ചാൻസ് ഉണ്ട്. മുട്ട് കയറ്റിക്കേ. അപ്പോൾ നമുക്ക് ഇവിടെ തള്ളി മതി. ഉണ്ടോ? മുട്ട് ഇങ്ങോട്ട് വരത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചില തന്ത്രങ്ങളുണ്ട്. ഒന്നുകൂടെ നോക്കാം. അപ്പോൾ അടിച്ചു നമ്മളിവിടെ ആ കൈ കടിയുണ്ടെങ്കിൽ ഇവിടെ തട്ടിയുണ്ട്. അപ്പോൾ ഈ കൈ ഇവിടെ ഇരിക്കണം, ഇവിടെ അടി വാരണം, ഇവിടെ വന്നു. ഇനി നോക്കി അടുത്ത അടി എങ്ങോട്ടാണ് വരിക? ആ കൈക്കാണ് വരിക. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഒഴിയുന്ന കൂടി ഈ കൈ വിട്ടില്ലെങ്കിൽ ഇത് ഇവിടെ ഇവിടെ എന്താ ഇത് അടുത്തൊരു ടെക്നിക്കായിട്ട് മാറുകയാണ്. ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് കഴിയണം. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു പ്രയോഗം ചെയ്യുമ്പോൾ അടുത്ത പ്രയോഗത്തിലേക്ക് എത്തുന്നതിന് മുന്നേ നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരാൾ താഴെ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ ആ താഴെ വീണ് കിടക്കുമ്പോൾ അവിടെ മുതൽ ഗ്രൗണ്ട് ലെവൽ ഫൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഗ്രൗണ്ടിൽ എന്തറിയാം, അത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഇപ്പം നിന്നുകൊണ്ടാണ് ചെയ്യണത്. ഇനി താഴേക്ക് താന്ന് ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെ വരാൻ സാധ്യതകളുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ കണ്ടത് അടിച്ചു തട്ടി അടുത്ത കൈക്ക് നമ്മൾ ക്യാച്ച് ചെയ്യുന്നുണ്ട്, ക്യാച്ച് ചെയ്ത് ത്രോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ടെക്നിക്ക് കൂടെ അതിനകത്ത് വന്നിട്ടുണ്ട്. ത്രോ ചെയ്യുന്ന സമയത്ത് പോയി നിൽക്കുമ്പോൾ ആട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാൻസസ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ വടിവുകൾ, ഗജവടിവ്, അശ്വവടിവ്, അതിൻ്റെ ടെക്നിക്ക് അവിടെ നമ്മൾ അടുത്ത ആൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ അടുത്തൊരു കയറ്റം വന്നാൽ എവിടോട്ട് ഒഴിയണമോ വേണമോ എന്നൊക്കെ തീരുമാനിക്കുന്നത് വന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ സ്പീഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഘടകമാണ്. കാരണം നമുക്കറിയില്ല അയാൾ എന്താ ചെയ്യുന്നത്, ഇടിക്കുവോ അടിക്കുവോ നമുക്കറിയില്ല. അപ്പോൾ ആ വരുന്ന സമയത്തിൻ്റെ അകത്ത് നമുക്ക് എടുക്കണമെങ്കിൽ നമുക്കതുപോലെ വേഗത വേണം. അപ്പോൾ വേഗതയ്ക്ക് വേണ്ടിയുള്ള ടെക്നിക്ക് അവിടെ ഇമ്പോർട്ടൻ്റ് അല്ലേ? ഇത്രയും കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോഴാണ് ഒരു വ്യക്തിയിൽ ഈ പറയുന്ന ആർട്ട് അകത്തുനിന്ന് പുറത്തേക്ക് വരിക. ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ കൊടുത്തില്ലാത്ത പക്ഷം നമുക്കറിയാം, നമുക്കിവിടെ ഗ്രാജുവലി കിട്ടുന്ന ട്രെയിനിങ് എങ്ങനെ ആയിരിക്കും? വെറുതെ കുറച്ച് അടിയെ, കുറച്ച് പൂട്ടുകൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും. അവരുടെ ഉള്ളിൽ നിന്ന് വരില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു ഓപ്പൺ ഫൈറ്റ് എന്നുള്ള രീതിയിൽ ഇവർക്ക് ഇട്ടുകൊടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ തന്നെ ഫൈറ്റ് ചെയ്ത് അകത്തുനിന്ന് എടുത്ത് പൂട്ടുകളായും അടികൾക്ക് അടികളായും ബ്ലോക്കിന് ബ്ലോക്കായും ഒക്കെ കണ്ടിന്യൂസ് വരുന്ന കാണുന്ന ഒരു അത്ഭുതം നമുക്ക് ദർശിക്കാൻ പറ്റും. ആ സമയത്താണ് ഇവർ ശരിക്കും ഒരു യുദ്ധത്തിൻ്റെ ഒരവസ്ഥയിലേക്ക് മാറുകയും നല്ല ഫൈറ്റേഴ്സായിട്ട് മാറുകയും ചെയ്യുന്നത്. അതിനുവേണ്ടി ആയിരിക്കണം ആയോധന കല പഠിക്കേണ്ടത്. നിരന്തരമായിട്ടുള്ള പരിശീലനത്തിലൂടെ മാത്രമേ നമ്മൾ ഈ പറയുന്ന കാര്യം നടക്കുകയുള്ളൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാര്യം അവിടെ ഇങ്ങനെ ചെയ്താൽ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, ഇങ്ങനെയും കൂടെ ചെയ്ത് കൂടെ എന്ന് ഗുരുനാഥൻ ചോദിക്കണം.
ചോദിക്കുമ്പോഴാണ് ശരിയാണല്ലോ, അത് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഓരോന്നും തിരുത്തി കൊടുത്തുകൊണ്ട് ഒരു ട്രിക്കിൽ നിന്ന് ഒരു ട്രിക്കിലേക്ക് യോജിപ്പിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുമ്പോഴാണ് നമുക്ക് പഠിച്ചത് പ്രാവർത്തികമാക്കാൻ കഴിയുന്നതെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.